വർഗീയ രാഷ്ട്രീയത്തെ എങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പുണ്ടാക്കി മുൻപോട്ട് കൊണ്ടുവരാമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി പരീക്ഷിക്കുന്നതിന്റെ തെളിവായി, ഒടുവിലത്തെ തെളിവായി തൃശ്ശൂർ നിൽക്കുന്നു. അതിന്റെ തുടർച്ച പാലക്കാട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാരെല്ലാം ഇവിടെ സംസാരിക്കാറുണ്ട്. അവരെല്ലാം അക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പറഞ്ഞു വന്നത്, ഈ അപകടകരമായ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നമ്മൾ എത്തി നിൽക്കുന്നു. നമ്മുടെ രാജ്യം മാത്രമല്ല, രാജ്യത്തിന്റെ ഭാഗമായ നമ്മുടെ നാടും വർഗീയത മനുഷ്യന്റെ ജീവിതത്തിന്റെ മുൻപിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി കടന്നു വരും. വർഗീയമായ ധ്രുവീകരണത്തിലേക്ക് സമൂഹം മാറിയാൽ നമ്മുടെ നാടും മണിപ്പൂരായി മാറുമോ എന്ന ആശങ്ക അസ്ഥാനത്തല്ല. ഇവിടെയാണ് വർഗീയതയ്ക്കെതിരായ സമരം വിട്ടുവീഴ്ചയില്ലാതെ, ഇടവേളകളില്ലാതെ നാം ഏറ്റെടുക്കേണ്ട അനിവാര്യത പിന്നെയും പിന്നെയും നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമായി ഉയർന്നു വരുന്നത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളെയാകെ വില കൊടുത്തുമല്ലാതെയും തങ്ങളുടെ പക്ഷത്തണിനിരത്തിയ വലതുപക്ഷം ആ മാധ്യമങ്ങളുടെ കൂടി പിന്തുണയോടെ നിരന്തരം പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തെറ്റായ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുത്ത് രാഷ്ട്രീയ വിളവെടുപ്പ് നടത്താനാകുമോ എന്നാണ് പരീക്ഷണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘപരിവാരുമായി സന്ധി ചെയ്യുന്നു എന്നാണ് പ്രചരണം. ആ പ്രചരണത്തിന്റെ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയാണ്, SDPI ആണ്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വലിയ സമുദായത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ ഈ പച്ചക്കള്ളം പറഞ്ഞ് പറ്റിക്കാൻ ഒക്കുമോ എന്ന് നോക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ട് എന്ന് മുമ്പും SDPI എന്ന് ഇപ്പോഴും അറിയപ്പെടുന്ന ലക്ഷണമൊത്ത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിന്റെയും സജീവാംഗങ്ങൾ ഓരോ വീടും കയറി പ്രചരണം നടത്തുകയാണ്. ഈ പിണറായി ഉണ്ടല്ലോ, സംഘപരിവാരവുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയാണ്. ഏത് പിണറായി? ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഉജ്ജയിനി. അവിടെ RSSന്റെ ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടു. RSSന്റെ ദേശീയ നേതൃത്വത്തിലെ പലരും ആ വേദിയിൽ സന്നിഹിതരാണ്. അധ്യക്ഷത വഹിക്കുന്നത് ഒരു പാർലമെന്റ് അംഗമാണ്. ആ സമ്മേളനത്തിൽ പ്രസംഗിക്കവെയാണ് RSSന്റെ പ്രധാന ചുമതല നിർവഹിക്കുന്ന ഒരുത്തൻ, അയാളുടെ പേര് കുന്ദൻ ചന്ദ്രാവത്ത് എന്നാണ്. കുന്ദൻ ചന്ദ്രാവത്ത് നമുക്ക് പരിചയമുള്ള പേരല്ല. കുന്ദൻ ചന്ദ്രാവത്തിന്റെ ഒരു ആഹ്വാനം വന്നു. എന്തായിരുന്നു ആഹ്വാനം? പിണറായി വിജയന്റെ തലയറുത്തെടുത്ത് കൊണ്ടുവരുന്നവർക്ക് 1 കോടി രൂപ ഇനാം നൽകുന്നതാണ് പ്രഖ്യാപിക്കുകയാണ്. ഈ കാലത്ത് നമുക്ക് സങ്കല്പിക്കാനാകുമോ? രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ അക്കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിയോഗിയെ വകവരുത്തണം എന്ന് ഏതെങ്കിലും ഒരു ജനാധിപത്യ പ്രസ്ഥാനം പരസ്യാഹ്വാനം നടത്തിയ ഓർമ്മ നിങ്ങൾക്കുണ്ടോ ഈ അടുത്ത കാലത്ത്? അങ്ങനെ കണ്ടെത്താനാവില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയപരമായ ഭിന്നതകൾ സ്വാഭാവികമാണ്. ആശയങ്ങൾ ദയാരഹിതമായി ഏറ്റുമുട്ടും, അത് വേണം. എന്നാൽ കായികമായി ആക്രമിച്ചില്ലായ്മ ചെയ്യണം എന്ന് അണികളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു അനുഭവം ഈ അടുത്ത നാളുകളിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി മാധ്യമങ്ങളുടെ മുൻപാകെ യാതൊരു സന്ദേഹവുമില്ലാതെ RSSന്റെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് പറയുന്നു, പിണറായി വിജയന്റെ ശിരസറുത്തെടുത്ത് കൊണ്ടുവരുന്നവർക്ക് 1 കോടി ഇനാം നൽകാം. അതാണ് ആഹ്വാനം. ദേശീയ മാധ്യമങ്ങളിൽ അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വന്നു. എന്തുകൊണ്ടാണ് RSS ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്തത്? പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ BJPയുടെ മുഖ്യ എതിരാളിയായി പ്രതിപക്ഷത്തെ നയിക്കുന്നത് ഇടതുപക്ഷമല്ല, CPIM അല്ല. ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണല്ലോ. കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും CPIM ഇന്ന് അധികാരത്തിലില്ല. CPIM ഇന്ന് അധികാരത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. ഇന്ത്യ എന്നൊരു വലിയ രാജ്യത്ത് ഒരു കൊച്ചു സംസ്ഥാനത്ത് മാത്രം അധികാരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ തലയറത്തെടുക്കണമെന്നാണ്
RSS ആഹ്വാനം ചെയ്യുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ നയിക്കുന്ന നേതാവല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായിക്കെതിരെ ഇത്ര വിരോധം സംഘപരിവാരം വെച്ച് പുലർത്തുന്നു? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലുള്ള ആരുടെയും പേര് ഇങ്ങനെ ഇവർ പരാമർശിക്കുന്നില്ല? മല്ലികാർജുന ഖാർഗെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ശിരസ്സെടുത്ത് കൊണ്ടുവന്നാൽ 1 കോടി രൂപ ഇനാം തരാമെന്ന് RSS പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞ് ആ നേതാവിന്റെ ശിരസ്സെടുത്ത് കൊണ്ടുവന്നാൽ 100 ഉറുപ്പിക തരാം എന്നു പോലും ഒരു RSS നേതാവും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് RSSന്റെ കമ്പോളത്തിൽ രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് വില ഇല്ലാതായി പോയത്? ആ തലയ്ക്കകത്തൊന്നുമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണോ? അല്ല. പിന്നെയോ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരാളുടെയും തല RSSനെ അലോസരപ്പെടുത്തുന്നില്ല. RSSന്റെ കണക്ക് പുസ്തകത്തിൽ എത്രയും പെട്ടെന്ന് അറുത്തു മാറ്റേണ്ട ശിരസ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെതാണ്, കേരളത്തിൻ്റെതാണ്, കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെതാണ്. എന്നാൽ അതേ RSS കോൺഗ്രസിനോട് പുലർത്തുന്ന സമീപനം എന്താണ്? ഈ കേരളത്തിലെങ്കിലും അതിന്റെ ഉദാഹരണം നമ്മുടെ മുൻപിലില്ലേ? ഇന്ത്യയുടെ ചരിത്രം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ വർഗീയവാദിയാണ് മാധവ സദാശിവ ഗോൾവൾക്കർ. RSSന്റെ ആചാര്യനായിരുന്നു. ആ ഗോൾവൾക്കറാണ് വിചാരധാരയിൽ ഇന്ത്യയുടെ 3 ഭീഷണികൾ എന്ന തലക്കെട്ടിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഈ 3 കൂട്ടരാണ് ഇന്ത്യയുടെ ഭീഷണി. ആ ഭീഷണി തുടച്ചു നീക്കണം എന്ന് ആഹ്വാനം ചെയ്തത് ആ വർഗീയവാദിയായ RSSന്റെ ആചാര്യൻ ഗോൾവൾക്കർ. ആ ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലെ RSSന്റെ നേതൃത്വം ക്ഷണിച്ചത് RSSന്റെ ഏതെങ്കിലും ഒരു ദേശീയ നേതാവിനെ ആയിരുന്നില്ല, മറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആയിരുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സിലായിട്ടില്ല. ആ ക്ഷണം VD സതീശൻ സ്വീകരിച്ചു, 2 കൈയും നീട്ടി. RSSന്റെ വേദിയിലേക്ക് കടന്നു ചെന്ന് ഗോൾവൾക്കറുടെ ചിത്രത്തിന്റെ മുൻപിൽ സ്ഥാപിച്ച നിലവിളക്ക് കൊളുത്തി ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്ത് RSSന്റെ ഇഷ്ടക്കാരനായി മാറി VD സതീശൻ. ആ VD സതീശനും സുധാകരനുമെല്ലാം നയിക്കുന്ന കോൺഗ്രസിനു വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും CPIM-നുമെതിരെ ഇപ്പോഴത്തെ ഈ പ്രചരണ യുദ്ധം ഏറ്റെടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ശിരസ്സറുക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത ആ സംഘപരിവാറുമായി മുഖ്യമന്ത്രിയെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു പ്രചാരവേല സംഘടിപ്പിക്കാനാകുമോ എന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നെറികെട്ട പ്രചാരവേലക്കാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും നേതൃത്വം നൽകിയത്. അതിൻ്റെ ഒപ്പമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു വിഭാഗം മാധ്യമങ്ങളും അണിനിരന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിനായി വലതുപക്ഷത്തിന്റെ സഹായത്തോടെ ഇവിടെ ഒരു കൂട്ടം വർഗീയവാദികൾ കേരളത്തിലെത്തുമ്പോൾ അത് വർഗീയവാദികളുടെ മഹാസംഗമമായി മാറും. RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെ കോൺഗ്രസുമായി ധാരണയിൽ ഏർപ്പെടുന്ന വളരെ വിചിത്രമായ, അപൂർവമായ ഒരു വർഗീയ വലതുപക്ഷ മഹാസഖ്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി 2021 ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം ലഭിച്ചു എന്നത് മാത്രമാണ്. അത് ഒട്ടൊന്നുമല്ല രാഷ്ട്രീയ എതിരാളികളെ അലോസരപ്പെടുത്തുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2021 മെയ് മാസം 2-ാം തീയതി തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നു. മെയ് 1-ന് കേരളത്തിലെ ഒരു ചാനൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു. അവരുടെ ഓൺലൈനിലാണ് ഞാൻ ആ വാർത്ത വായിച്ചത്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പദം കോൺഗ്രസിൽ സമവായമായി. ഇതാണ് തലക്കെട്ട്. വാർത്തയിൽ താഴേക്ക് വരുമ്പോൾ വിശദമായി കാര്യം പ്രതിപാദിക്കുന്നു. മുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ച തർക്കം പരിഹരിച്ചു. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ സമവായമായി. എന്താണ് സമവായം? ആദ്യത്തെ 2.5 കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാകാം എന്നു ധാരണയായി. എന്താ സാഹചര്യം? വോട്ടെണ്ണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും
വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ടും ഉറപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റമ്പി പോകും. 2 കാരണങ്ങൾ. ഒന്ന്, കേരളത്തിന്റെ ചരിത്രം. 5 കൊല്ലം കൂടുമ്പോൾ മുന്നണികളെ മാറി മാറി ഭരിക്കുന്ന നാട്. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞു മാറും. അതാണ് കീഴ്വഴക്കം. 2, ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ഒരു മഴവിൽ മഹാസഖ്യം രൂപപ്പെട്ടു. എല്ലാവരും ഒത്തുകൂടി. ഗവൺമെന്റിനെതിരെ, ഗവൺമെന്റിന്റെ തലവനായ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, പാർട്ടിക്കെതിരെ എല്ലാം പ്രചണ്ഡമായ പ്രചാരവേല അഴിച്ചുവിട്ടു. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും കരുത്തേറിയ ഒരു ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേലയുടെ കൊടുങ്കാറ്റ് ആഞ്ഞുവീശി. അന്നാണ് നിങ്ങൾ കേട്ടത്, ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി, ഖുറാന്റെ ഇടയിൽ സ്വർണം കടത്തി, അവന്റെ അമ്മൂമ്മയുടെ ബിരിയാണി ചെമ്പിന്റെ അകത്ത് സ്വർണം കടത്തി. എന്തൊക്കെ പ്രചാരവേലയാണെന്ന് നടത്തിയത്. ഈ പ്രചാരവേലയെല്ലാം നടത്തിയപ്പോ സ്വാഭാവികമായും കുറെ പേരെങ്കിലും ഇതൊക്കെ വിശ്വസിച്ച് ഈ ഗവൺമെന്റിനെതിരായ ചിന്ത അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം പരാജയപ്പെടും. അപ്പോഴാണ് ആര് മുഖ്യമന്ത്രിയാവണമെന്ന തർക്കം. ആ തർക്കം പരിഹരിച്ചു എന്ന വാർത്തയാണ് മാധ്യമം വളരെ സന്തോഷത്തോടു കൂടി അവതരിപ്പിച്ചത്. പക്ഷേ ഈ മഹാപ്രചാരവേലയുടെ മുൻപിലും മലയാളി വീണുപോയില്ല. സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, സ്വന്തം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനവന്റെ ജീവിതാനുഭവങ്ങളെ സാക്ഷി നിർത്തി തൻ്റെ മക്കൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളെ നവീകരിച്ച, ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളാക്കിയ, സാധാരണക്കാരന്റെ അത്താണിയായ സർക്കാർ ആശുപത്രികളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന, പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് ഉൾപ്പെടെ 60 ലക്ഷം മനുഷ്യർക്ക് വർദ്ധിച്ച പെൻഷൻ മുടക്കം കൂടാതെ വിതരണം ചെയ്ത, എല്ലാ മേഖലകളിലും മഹാവികസനത്തിന്റെ വിജയഗാഥകൾ തീർത്ത സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു മലയാളി. കൂടുതൽ വോട്ടോടെ, കൂടുതൽ സീറ്റോടെ വീണ്ടും ഇടതുപക്ഷത്തെ തന്നെ അധികാരത്തിലേക്ക് ആനയിച്ചു. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴാണ് നമ്മുടെ എതിരാളികളുടെ മനോനില തെറ്റിയത്. ആ തെറ്റിയ മനോനിലയുമായി നഷ്ടപ്പെട്ട അധികാരം പിടിച്ചെടുക്കാൻ ഏതു ഹീനമാർഗവും അവലംബിക്കാം എന്ന നിലയിലാണ് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ തന്ത്രങ്ങളും പയറ്റിയേക്കും. ആ അപകടകരമായ, കൈവിട്ടുപോയ അധികാരം തിരിച്ചു പിടിക്കാനുള്ള അപകടകരമായ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ, ഹീനമാർഗങ്ങൾ, നീചവൃത്തികളാണ് കേരളത്തിലെ വലതുപക്ഷ നേതൃത്വം ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നേരിടേണ്ട ഉത്തരവാദിത്വമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കുമുള്ളത്, എല്ലാ മനുഷ്യർക്കുമുള്ളത്. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവർ നിങ്ങളാണ് നമ്മുടെ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത്. സമരമുഖങ്ങളിൽ സ്വന്തമെന്ന വാക്കുമറന്ന് വരാനിരിക്കുന്ന ഒരു നാളേക്ക് വേണ്ടി ഏതു ത്യാഗവും അനുഷ്ഠിക്കാൻ സന്നദ്ധരായി സമർപ്പിത മനസ്സോടെ ഈ രക്തപതാകയ്ക്ക് കീഴിൽ അണിനിരന്നിരക്കുന്നവർ, നിങ്ങളിലാണ് നമ്മുടെ പ്രസ്ഥാനം സുരക്ഷിതമായിരിക്കുന്നത്. എല്ലാ അന്യവർഗ പ്രചാരവേലകളെയും ധീരമായി നേരിട്ട് സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, തൊഴിലാളികളുടെ, പട്ടികജാതിക്കാരന്റെ, ന്യൂനപക്ഷക്കാരന്റെ, അടിച്ചമർത്തപ്പെടുന്നവരും ചൂഷണത്തിനിരയാകുന്നവരുമായ സകല മനുഷ്യരുടെയും ഏക പ്രതീക്ഷയാണ് ഈ മഹാപ്രസ്ഥാനം എന്ന തിരിച്ചറിവിൽ സകല ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ വർദ്ധിത വീര്യത്തോടെ വരും നാളുകളിലും ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി യോദ്ധാക്കളായി നിങ്ങൾ ഉണ്ടാവണം എന്നെളിമയോടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, തുടർന്ന് നമ്മുടെ നേതാക്കന്മാർ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ളവരെല്ലാം ഇവിടെ ദീർഘമായി സംസാരിക്കും. എല്ലാവരുടെയും പ്രസംഗം കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.